RX അല്ല ഏറ്റവും ടോപ്പ് ഉണ്ട് റിവേഴ്സ് ക്യാമറ ഒക്കെ വരണ വണ്ടി RXT ഓപ്ഷൻ അല്ലേ? ഓക്കെ. അപ്പോൾ ക്ലെയിമും ഒന്നുമില്ല. എത്ര ചോദിക്കുന്നതിന് ഇപ്പോൾ? നമുക്ക് ലാസ്റ്റ് 23 8-ാം മാസമാണ്. ടോപ്പിന്റെ വണ്ടി അന്നിറങ്ങിയ ടോപ്പിന്റെ വണ്ടി ഏറ്റവും ടോപ്പ് മാനുവൽ വെറും 17,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. വളരെ ലോ കിലോമീറ്റർ ആണ്. ആ ഒരു വർഷം സംബന്ധിച്ച് വളരെ ലോ കിലോമീറ്റർ ആണ്. ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, സിംഗിൾ ഓണർ മെയിൻറ്റൈൻഡ് വണ്ടി. എത്ര ചോദിക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ബ്രോസ് കാസിൽ വന്നിരിക്കുകയാണ്. ഹുസൈൻ ഖാൻ നമ്മുടെ കൂടെ സ്വാഗതം. 2026 പുതിയ വീഡിയോ അല്ലേ? ഓക്കെ. ലൊക്കേഷൻ വരുന്നത് ഗുരുവായൂർ മമ്മിയൂരിന്ന് കുന്നംകുളം റൂട്ടിൽ ലിറ്റിൽ ഫ്ലവർ കോളേജ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹുസൈൻ ഖാൻ, പുതിയ ഇയർ ആണ്, അപ്പോൾ വിലകളിലെ മാറ്റം ലാസ്റ്റ് നമുക്ക് മുട്ടിച്ചു കൊടുക്കുക റേറ്റുകളെല്ലാം. എല്ലാ സെഗ്മെന്റ് വണ്ടികളുണ്ടോ? എല്ലാം ഉണ്ട്. എക്സീവ് ഉണ്ട്, സഡാൻ ഉണ്ട്, 7 സീറ്റ് ഉണ്ട്. എല്ലാ സെഗ്മെന്റും. അപ്പോൾ നിങ്ങൾ നോക്കുന്ന ഏതെങ്കിലും വണ്ടികളുണ്ടാവും, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. പിന്നെ വണ്ടിയുടെ ക്വാളിറ്റിനെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത്രയും നാൾ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കംപ്ലൈൻസോ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ആ ക്വാളിറ്റി എൻഷുർ അങ്ങനെ തന്നെ കൊടുക്കാം. ഓക്കെ. എന്തായാലും മാക്സിമം ലോണൊക്കെ കിട്ടുന്ന വണ്ടികളായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുവാണ്. വീഡിയോയിലോട്ട് പോകും അല്ലേ? അതെ. ആദ്യം കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. ഹ്യുണ്ടായി ക്രെറ്റ KL 47 രജിസ്ട്രേഷൻ ആണ്. 47 എവിടെ വരും? കൊടുങ്ങല്ലൂർ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2021 മോഡല്. 70,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. പെട്രോളാണ്, വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ്. പെട്രോൾ മാനുവൽ. ഓക്കെ. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ടച്ച് സ്ക്രീൻ ഉണ്ട്, ഒന്നും ചെയ്യാത്തല്ല. ഉള്ളില് നല്ല രീതിയിലാണ് സീറ്റ് കവർ ചെയ്തിട്ടുള്ളത്. ചോദിക്കുന്നത് നമുക്ക് ലാസ്റ്റ് 8,90 കൊടുക്കാം. 8,90,000 രൂപയ്ക്ക് 2021 ക്രെറ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ കമ്പനി സർവീസാണ്. ഏകദേശം 8 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. ഒരു 90,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയത് ഒരു പെട്രോൾ ക്രെറ്റയാണ്. മൈലേജ് ഒരു 11 to 14, 15 വരെയൊക്കെ കിട്ടും ലോങ്ങിൽ പോവാണെങ്കിൽ. ക്ലെയിം ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ല. നീറ്റ് വണ്ടി. 8,90 കൊണ്ടുപോയ 2021 ക്രെറ്റ കേരള വണ്ടി. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. 90,000 കണ്ട് ഇറക്കുകയും ചെയ്യാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് 7 സീറ്റർ ആണ്. ക്രിസ്റ്റ KL 5 കോട്ടയം വണ്ടി. റിയ ഏതാണോ? അല്ല, ഒറിജിനൽ കേരള വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2016 G4. 16 G4. ഓക്കെ. ഒറിജിനൽ കേരള വണ്ടി. 270 ഓട്ടം. കമ്പനി സർവീസുള്ള വണ്ടി. ഓക്കെ. ക്രിസ്റ്റ സ്റ്റാർട്ട് ചെയ്ത വർഷമാണ് 2016. 270 ഓടിയിട്ടുണ്ട്. ഫുൾ സർവീസ് പോയിട്ടുണ്ട്. ടൊയോട്ടയുടെ കിലോമീറ്റർ ഒരു സംഭവമല്ല. ജെന്യുവൻ കിലോമീറ്റർ വണ്ടി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് ഒറിജിനൽ കേരളയാണ്. G4 മാനുവൽ. ഓക്കെ. എത്ര ചോദിക്കുന്നതിന്? ഇത് നമുക്ക് ലാസ്റ്റ് 13,90 കൊടുക്കാം. 13,90,000 ഒറിജിനൽ കേരള വണ്ടിയാണ്. G4 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണും കയറും അല്ലേ? ലോൺ ഏകദേശം ഒരു 12 ലക്ഷം രൂപ കിട്ടും. അത്രയും ലോൺ ചാൻസ് ഉണ്ട്. വേറെ വർക്കൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. നീറ്റ് വണ്ടിയാണ്. അടുത്തത് ചെറിയ വാഹനത്തിലേക്ക് എത്തി. ക്വിഡ് ആണ്. KL 46. ഇവിടെ തന്നെ ഗുരുവായൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 വണ്ടി. ആകെ 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഇത് ഇങ്ങോട്ട് നമ്പറായ വണ്ടിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ തൊട്ടടുത്ത ഫ്ലാറ്റിൽ നിന്ന് എടുത്തതാ. അവർക്ക് അവിടെ ഷോറൂമും കാര്യങ്ങളുണ്ട് ഡൽഹിയിൽ. അപ്പൊ അവിടുത്തെ ഷോറൂമിന്റെ പേരിൽ എടുത്ത വണ്ടിയാണ്. അപ്പൊ അവർ ഇങ്ങോട്ട് കൊടുന്നപ്പോ നമ്പർ മാറ്റിയതാ. വണ്ടി ക്ലീൻ ആണ്, ഹൈ ക്വാളിറ്റി വണ്ടി. ഓർഡർ സെക്കൻഡ് വെച്ചാൽ ഒരാൾ തന്നെ ഉപയോഗിച്ചത്. അപ്പൊ റിയ ആയതാണ്. ഏതായിരുന്നു മോഡൽ പറഞ്ഞ? 2018 വണ്ടി. 18. RX അല്ല? ഏറ്റവും ടോപ്പ് ഉണ്ട്, റിവേഴ്സ് ക്യാമറ ഒക്കെ വരണ വണ്ടി. RXT ഓപ്ഷൻ അല്ലേ? ഓക്കെ. അപ്പോൾ ക്ലെയിമും കാര്യമൊന്നുമില്ല. എത്ര ചോദിക്കുന്നതിന്? നമുക്ക് ലാസ്റ്റ് 2,30 കൊടുക്കാം. 2,30,000 രൂപയ്ക്ക് 2018 ഫുൾ ഓപ്ഷൻ ക്വിഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ. നമ്പറായി കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല. ലോൺ ഫുള്ളും ഏകദേശം 2 ലക്ഷം വരെ ചാൻസ് ഉണ്ട്. കോമ്പാക്ട് സെഡാൻ കാറ്റഗറിയാണ് അടുത്തത്. ഹോണ്ട അമേസ് KL 45 എരിഞ്ഞാലക്കുട രജിസ്ട്രേഷൻ. ഇപ്പോൾ ന്യൂ ഷേപ്പിലേക്ക് വന്നു. ഗ്രില്ലൊക്കെ മാറ്റാണ്ട്. അതിന്റെ തൊട്ട് മുന്നേയുള്ള ഷേപ്പാണ് ഇപ്പോൾ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2023 വണ്ടി. ആകെ 17,000 കിലോമീറ്റർ ഓടിയുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. 23 8-ാം മാസമാണ്. ഏറ്റവും ടോപ്പിന്റെ വണ്ടി അന്നിറങ്ങിയ ടോപ്പിന്റെ വണ്ടി. ഏറ്റവും ടോപ്പിന് മാനുവൽ. വെറും 17,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ക്ലെയിമും കാര്യമൊന്നുമില്ല. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുകയാണ്. പെട്രോൾ മാനുവൽ എന്ന് പറയുമ്പോൾ ഒരു 12-16 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടും. നല്ല സ്മൂത്തായി ഓടിച്ച് നടക്കാൻ പറ്റിയൊരു വണ്ടി. മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും. എത്ര ചോദിക്കുന്നതിന്? ഒരു 7,40 കൊടുക്കാം. 7,40,000 രൂപയ്ക്ക് ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം 2023 ഹോണ്ട അമേസ്. നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ നമുക്ക് 7,40,000 ലോൺ കൊടുക്കാം. ഫുൾ ലോൺ കയറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഫുൾ ഓപ്ഷൻ ഫുൾ ലോണിൽ
2023 വയസ്സ് 17,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അടുത്ത വണ്ടി ഇതാ വാൻ ടൈപ്പ് നോക്കുന്നവർക്ക് ഈക്കോ ഉണ്ട്. KL8 തൃശ്ശൂർ വണ്ടിയാണ്. ഇത് AC ആണോ? AC വണ്ടി. AC ആണ്. ഓക്കെ. 2013 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, 80,000 കിലോമീറ്റർ കമ്പനി സർവീസ്. 80-85 ആയിട്ടുണ്ട് കമ്പനി സർവീസിലുള്ള വണ്ടി. ഓക്കെ. 13 അല്ല? അതെ. ഓക്കെ. AC വരുന്ന വാഹനമാണ്. CNG ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ. പെട്രോൾ ഒരു 12, 11, 14 വരെയൊക്കെ അതെ ഏകദേശം മൈലേജ് കണക്കാക്കാൻ പറ്റും. വേണേൽ CNG അഡീഷണൽ ആഡ് ചെയ്യാൻ പറ്റും. കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണമെങ്കിലും എടുക്കാം, ഫാമിലി പർപ്പസിനും പറ്റും. AC ഉള്ള വണ്ടിയാണ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, നല്ല വണ്ടി. ഓക്കെ. എത്ര ചോദിക്കുന്നതിന് ഇപ്പോൾ? നമുക്ക് ലാസ്റ്റ് 280 കൊടുക്കാം. 280. ഏതാ ഓപ്ഷൻ ഏതാ ഇത്? ഇത് അന്നിറങ്ങുന്ന ഒരു ഓപ്ഷൻ തന്നെ AC മാത്രമുള്ള വണ്ടി. ഒറ്റ AC ടൈപ്പ് തന്നെ അല്ലേ? ഓക്കെ. ഫോഗ് വരുന്ന ഇതില്ലല്ലോ അല്ലേ? ഇല്ല. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. ലോൺ എത്ര കയറും? 2 ലക്ഷം. 2 lakh വരെ കിട്ടും. ഓക്കെ. വേറെ വർക്കൊന്നുമില്ലല്ലോ? ഒരു വർക്കുമില്ല. ഒന്നുമില്ല. CNG ഇപ്പോൾ പലരും എന്നെ വിളിക്കാറുണ്ട്. എനിക്ക് പ്രോപ്പർ അറിയില്ല എവിടുന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അറിയാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് കൊടുക്കുക. കമൻറ്റ് പലർക്കും CNG ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഒരു 10-60,000 രൂപയൊക്കെ ഏകദേശം കോസ്റ്റ് വരും അല്ലേ? നല്ല ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അടുത്തത് ഹോണ്ടയുടെ ജാസ് വന്നു. ഇതും KL8 രജിസ്ട്രേഷനാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ വരുന്നത്? ഇത് 2017-18 രജിസ്ട്രേഷനാണ്. മോഡൽ 17-18 രജിസ്ട്രേഷൻ വരുന്നത്. 75,000 കിലോമീറ്റർ ഓട്ടം, സിംഗിൾ ഓണർഷിപ്പ്, കമ്പനി സർവീസ്, CVT ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. CVT ഗിയർ ബോക്സ് ആണ് വരിക. വലിയ ലാഗോ കാര്യമൊന്നും ഉണ്ടാവില്ല. സ്മൂത്ത് ഡ്രൈവ് ആയിരിക്കും, നല്ല കംഫർട്ട് ആയിരിക്കും വണ്ടി. ഓക്കെ. മൈലേജ് അതിനനുസരിച്ച് കുറച്ച് കുറയും. 11-13 റേഞ്ചൊക്കെ 10-13 ഒക്കെ മൈലേജ് കണ്ടാൽ മതി. നല്ല കംഫർട്ടായിരിക്കും ഓടിക്കാനെല്ലാം നല്ല യാത്രാസുഖമായിരിക്കും. ഒന്നും അറിയില്ല. ഓക്കെ. ക്ലെയിമോ കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നതിന് ഇപ്പോൾ? നമുക്ക് ലാസ്റ്റ് 570 കൊടുക്കാം. ഏതാ ഓപ്ഷൻ വരുന്നതിനും? അത് വി ആണ് അല്ലേ? ഓക്കെ. ഇതിൻ്റെ മുകളിൽ VX കൂടെ ഉണ്ട്. ഇത് V ആണ്. അതിൻ്റെ തൊട്ടുകാണ്. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. പുഷ്പട്ടം വരും ഇല്ലേ? പുഷ്പട്ടം വരില്ല. ഓക്കെ. 75,000 കിലോമീറ്ററോടെ 2017 വണ്ടി. ഓക്കെ. ഒരു 5.5 ലക്ഷം വരെ നമുക്ക് ലോണും കിട്ടും. ഓട്ടോമാറ്റിക് ആണ് അടുത്ത വണ്ടി. ഇനി ഒരു ഓട്ടോമാറ്റിക് 7 സീറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഒരു Ertiga ഉണ്ട്. KL46 ഗുരുവായൂർ വണ്ടിയാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2016 VXI. ഓക്കെ. VXI മിഡിൽ ഓപ്ഷൻ പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് CVT. ഓക്കെ. CVT ഗിയർ ബോക്സ് അല്ലേ ഇതിലും വരുന്നത്? പിന്നെ മാരുതി മൊത്തം AMT-ലേക്ക് മാറി പഴയ CVT ആണ്. ഓക്കെ. അപ്പോൾ ക്ലെയിമോ കാര്യം എന്തെങ്കിലും ഒന്നുമില്ല. ഓക്കെ. 16 പറഞ്ഞേ? 16 VXI. ഓട്ടോ എത്ര പോയി? 75,000 കിലോമീറ്റർ ഓട്ടം, കമ്പനി സർവീസിലുള്ള വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. ക്ലെയിം ഒന്നുമില്ല അല്ലേ? ഇത് സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. എത്ര ചോദിക്കുന്നത്? എത്രയാണ് ഇത്? നമുക്ക് ലാസ്റ്റ് ഒരു 640 കൊടുക്കാം. 640 2016 ഓട്ടോമാറ്റിക് VXI സിംഗിൾ ഓണർഷിപ്പ് Ertiga നിങ്ങൾക്ക് കൊണ്ടുപോകും. ഒരു ക്ലെയിമില്ല. ഫുൾ കമ്പനി സർവീസ് പോയ വാഹനമാണ്. മൈലേജ് ഒരു 10-13 കണ്ടാൽ മതി അല്ലേ? അതേ റേഞ്ചിൽ തന്നെ കണ്ടാൽ മതി. ഓക്കെ. ലോൺ എത്ര കയറും? ലോൺ ഏകദേശം ഒരു 5.5 ലക്ഷം രൂപ കിട്ടും. 5.5 ലക്ഷം വരെ കിട്ടും. അടുത്തത് Etios Liva KL64 രജിസ്ട്രേഷൻ ഡ്യുവൽ ടോൺ വണ്ടിയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2019 മോഡൽ. 19. ഓക്കെ. കേരള വണ്ടിയല്ലേ? കേരള വണ്ടി. 78,000 കിലോമീറ്റർ ഓട്ടം, V ആണ്. അലവിലൊക്കെ വരുന്നുണ്ട്. ഓക്കെ. ഇതിന്റെ മുകളിൽ VX വരില്ല. ഓക്കെ. അതിന്റെ തൊട്ട് താഴെ പക്ഷേ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഇതിൽ തന്നെ എല്ലാം വരും. ഓട്ടോ എത്ര പറഞ്ഞ? 77. പെട്രോളാണ് കേട്ടോ വണ്ടി. പെട്രോൾ അല്ല? പെട്രോൾ എന്ന് വെച്ചാൽ വലിയ മെയിൻ്റനൻസ് വരില്ല. ഡീസൽ വരില്ല അല്ലേ? മെയിൻ്റനൻസ് പെട്രോൾ ഡീസലും ഇല്ല. മൈലേജ് കുറച്ച് കുറയില്ലേ? ഓക്കെ. റേറ്റും വ്യത്യാസം ഉണ്ടാവും. ഒരു 12-15 റേറ്റ് വ്യത്യാസം ഉണ്ടാവും. ഒരു 12-15 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും. എത്രയാണ് ചോദിക്കുന്നത്? നമുക്കൊരു 5 രൂപ കൊടുക്കാം. 5,20,000. 2019 B ഓപ്ഷൻ ഒറിജിനൽ കേരള ഡ്യുവൽ ടോൺ Etios Liva പെട്രോൾ. അപ്പോൾ താല്പര്യമുണ്ടോ? വിളിച്ചോ. ലോൺ എത്ര കയറും? ഒരു 4.5. ഓക്കെ. 10,70,000 രൂപ വേണ്ടാർക്കാം അല്ലേ? നമ്മൾ വണ്ടി എടുക്കുമ്പോൾ പ്രത്യേകിച്ച് യൂസ്ഡ് വാഹനം എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പേടിക്കുക മെയിൻ്റനൻസ്, പണിവരും എന്നുള്ളതൊക്കെ അല്ലേ? ഇതൊക്കെ കൊണ്ടുപോയാലും ഒന്നും ഉണ്ടാവില്ല അല്ലേ? 10 കൊല്ലം കഴിഞ്ഞാൽ അതേപോലെ ഉണ്ടാവും. Etios ആണ്. KL46 ഗുരുവായൂർ വണ്ടി. കേരള വണ്ടി തന്നെ അല്ലേ? അതെ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 1.30 ഓട്ടം. നമ്മളെ ആലുക്ക ജ്വല്ലറി ഒക്കെ ഇല്ലേ, അവരെ ഓണർ വണ്ടിയാണ്. ആലുക്ക ജ്വല്ലറി. അതിന് ഓണർ വണ്ടിയാണ്. വണ്ടിക്ക് ഒരു അപാധം ഇല്ല. അവരിപ്പോ ഒരു വണ്ടി പുതിയത് എടുത്തപ്പോൾ നമുക്ക് തന്നെന്നുള്ളൂ. നല്ല സുഖമായിട്ട് കുറെ കാലം കൊണ്ടു കൊടുക്കാം. ഓക്കെ. പെട്രോൾ ഡീസലോ? പെട്രോൾ വണ്ടിയാണ്. മൈലേജ് ഒരു 11-14 ആ റേഞ്ച്. CNG വേണേൽ ചെയ്യാൻ പറ്റും ഇതിലും. പെട്രോൾ വണ്ടിയിൽ ഒരു മെയിൻ്റനൻസ് ഉണ്ടാവില്ല. സാധാ ഓയിൽ സർവീസ് ചെയ്യാൻ ഓടിക്കും. ഒരു 3,000-4,000 രൂപ സർവീസിന് മാത്രമല്ലേ? ഓക്കെ. കിലോമീറ്റർ എത്രയായി? 1.30. എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? ഇത് നമുക്ക് ലാസ്റ്റ് 2.30 കൊടുക്കാം. 2,30,000 ഒറിജിനൽ കേരള 2011 മിഡിൽ ഓപ്ഷനാ.
അതെ, മിഡിൽ ഓപ്ഷൻ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതേപോലെ തന്നെ ഒരു വൈറ്റ് നമ്മളിലുണ്ട് കേട്ടോ, വീഡിയോയിൽ കാണിക്കണില്ലാന്നുള്ളൂ. കേരള വണ്ടി തന്നെയാ? കേരള അല്ല, റിയ വണ്ടി. അതിൽ ഒരുപാട് ഫിറ്റിങ്സ് ഉണ്ട്, അലോയ്സും ഒരുപാട് ഫിറ്റിങ്സുള്ള വണ്ടിയാണ്. എത്ര കൊടുക്കുക? അത് നമുക്ക് ലാസ്റ്റ് 2.10 കൊടുക്കുക. 2.10. ഒരു വൈറ്റും ഉണ്ട്, സെയിം വണ്ടി തന്നെ അല്ലേ? അതെ. ഓക്കെ, അഡീഷണൽ ഫിറ്റിങ്സ് കയറിയ വണ്ടി. അടുത്ത വണ്ടിയിലേക്ക്. ഇനി സെഡാൻ കാറ്റഗറിയിൽ മൈലേജ് നോക്കി നടക്കുകയാണെങ്കിൽ ഡീസൽ ഡിസയർ ആണ്, KL 52 വണ്ടി അല്ലേ? ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടും, എന്തായാലും കിട്ടും. എത്രയാ, എങ്ങനെയാ മോഡൽ? 2015 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 80,000 കിലോമീറ്റർ ഓടിയ വണ്ടി. വീഡിയോ സിംഗിൾ ഓണർഷിപ്പ് തന്നെ അല്ലേ? ഓക്കെ, ഇത്രയും പഴക്കമുണ്ട്, വളരെ ലോ കിലോമീറ്റർ ആണ്. ആ ഒരു വർഷം സംബന്ധിച്ച് വളരെ ലോ കിലോമീറ്റർ ആണ്. ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, സിംഗിൾ ഓണർ മെയിൻറ്റൈൻഡ് വണ്ടി. എത്ര ചോദിക്കുന്നതിന്? നമുക്ക് 4.60 കൊടുക്കാം ലാസ്റ്റ്. 4,60,000 രൂപയ്ക്ക്. ഓക്കെ, ഇതിന്റെ മാർക്കറ്റ് എന്ന് വെച്ചാൽ അങ്ങനെയാണ് വരിക, പോരാതെ ഡീസലാണ് അല്ലേ? ഓക്കെ, ലോണ് ഒരു ഏകദേശം 4 ലക്ഷം രൂപ കിട്ടും. 4 ലക്ഷം രൂപ കിട്ടും. അടുത്ത വണ്ടി വാഗണർ KL 45 ഇരിഞ്ഞാലക്കുട രജിസ്ട്രേഷൻ വണ്ടി. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020-21 ZXi ഫുൾ ഓപ്ഷൻ, ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. 20 മോഡൽ, 21 രജിസ്ട്രേഷനാണ്. 1.2 അല്ലേ? അതെ, 1.2. ഓക്കെ, ഓട്ടോ എത്ര പോയി? 50,000 ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വില എന്ന് പറഞ്ഞാൽ 4.90 കൊടുക്കാം. 4,90,000 രൂപയ്ക്ക് 20 മോഡൽ, 21 രജിസ്ട്രേഷൻ ZXi ഏറ്റവും ഫുൾ ഓപ്ഷൻ 1.2 ലിറ്റർ എഞ്ചിൻ വരുന്ന വാഗണറാണ്. മൈലേജ് ഒരു 13-16 റേഞ്ചൊക്കെ ഏകദേശം കിട്ടും അല്ലേ? ഓക്കെ, ഒരു ക്ലെയിമും ഇല്ല, നല്ല നീറ്റ് വണ്ടി അല്ലേ? സർവീസൊക്കെ പക്കല്ലേ? സർവീസൊക്കെ കറക്റ്റാണ്. നമുക്കൊരു 4.5 ലക്ഷം വരെ ലോൺ കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വാഹനം ബലേനോ KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017-18 രജിസ്ട്രേഷൻ. ഓക്കെ, വണ്ടി സിഗ്മയാണ് ഓപ്ഷൻ, ബേസ് മോഡലാണ്. ബേസ് ആണ്. ബേസിൽ 4 ഡോർ പവർ വിൻഡോ ഉണ്ടാവോ? അല്ല, 2 ഡോർ ഉണ്ടാവും. ഓക്കെ, അതിൽ ആൽഫയുടെ പ്രോജക്റ്റ് ഇത് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലാമ്പ് ഉണ്ട്, സ്പോയിലർ ഉണ്ട്, ഒരുപാട് ഫിറ്റിങ്സ് ഉണ്ട് വണ്ടിന്. ഓക്കെ, ക്ലെയിമും കാര്യമൊന്നുമില്ല. സർവീസ് പക്ക ഉണ്ടോ? പക്ക സർവീസ്. ഓട്ടോ എത്ര പോയത്? 69,000. പെട്രോൾ മാനുവൽ അല്ലേ? അതെ. ഓക്കെ, ഒരു 12-15 മൈലേജ് ഉണ്ടാവും. എത്രയാണ് ചോദിക്കുന്നത്? 4 ലക്ഷം രൂപ കൊടുക്കാം. 4 ലക്ഷത്തിന് ഒരു ബലേനോ കൊണ്ടുപോകാം. ബേസ് മോഡലാണ്. ഓക്കെ, ഏകദേശം ഒരു 3.5-4 ലക്ഷം ലോണും കിട്ടും. ചെറിയ ഡൗൺ പേയ്മെന്റ്, 50,000 രൂപ വേണ്ട, ഇറക്കാൻ പറ്റിയൊരു വിലക്കൊന്നും ബലേനില്ല കേട്ടോ. ഓക്കെ, അടുത്ത വണ്ടി. നമ്മൾ ശരിക്കും ഒരു വണ്ടി എടുക്കുമ്പോൾ ആ സെഗ്മെന്റിൽ വരുന്ന ആ ബഡ്ജറ്റിൽ നമുക്ക് കിട്ടുന്ന എല്ലാ വണ്ടികളും ഒന്ന് ഓടിച്ചു നോക്കണം അല്ലേ? ഓരോന്നിൻ്റെ ഫീല് വ്യത്യാസമായിരിക്കും. യൂസ്ഡ് ആയിക്കോട്ടെ, ന്യൂ കാർ ആയിക്കോട്ടെ, ഏതെടുക്കുമ്പോഴായാലും നല്ലോണം ഓടിച്ചു നോക്കുമ്പോഴുള്ള വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഓടിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ ചില വണ്ടികളുണ്ടാവും, നമ്മൾ പ്രതീക്ഷിക്കാത്ത വണ്ടികൾ അല്ലേ? വണ്ടിയാണ്, അങ്ങനത്തെ ഒരു സാധനമാണ് ഇത്. KL 5 രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2015 ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ടൈറ്റാനിയം 4 എയർ ബാഗ് വരണ വണ്ടി. ടൈറ്റാനിയം പ്ലസ് ആയിരിക്കും അല്ലേ? അല്ല, പ്ലസിൽ 6 എയർ ബാഗ് വരും, ഇതിന് 4 എയർ ബാഗ് വരണം. 4 എയർ ബാഗ് അങ്ങനെ ഉണ്ട്. ഓക്കെ, 15 മോഡല്. അതെ, പുഷ് ബട്ടൺ എല്ലാം ഉണ്ട്. ബട്ടൺ സ്റ്റാർട്ട് ഇല്ല. ബട്ടൺ സ്റ്റാർട്ട് ഉള്ള വണ്ടീന് അപ്പുറത്തുണ്ട്, അതിന്റെ വീട്ടിലും പറയാം. വേറെ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് 15 ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ് വരിക. മൈലേജ് കുറവായിരിക്കും. പെട്രോൾ ഓട്ടോമാറ്റിക്. മൈലേജ് ഒരു 9-12 അല്ലേ? ആ റേഞ്ച് കണ്ടാൽ. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇതിൽ എക്സ്ട്രാ CNG ചെയ്തിട്ടുണ്ട് 60,000 രൂപ. അപ്പോൾ പിന്നെ മൈലേജ് കൂടിയില്ലേ? അതെ, മൈലേജ് കൂടി. ഓക്കെ, അത് കൂടി, അത് മാറി. ഒരു 18 രൂപ ഒക്കെ കിട്ടുമായിരിക്കും അല്ലേ, ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്? ഓക്കെ, അപ്പോൾ എന്തായാലും മൈലേജ് കിട്ടുന്നുണ്ട്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എത്ര ചോദിക്കുന്നതിനിപ്പോൾ? ഇത് നമുക്ക് ഒരു ലാസ്റ്റ് ഒരു 4.40 കൊടുക്കാം. 4 ലക്ഷം. ഓട്ടോ എത്രയാണ് പോയത്? ഓട്ടം 80. ഓക്കെ, 4,40,000 രൂപയ്ക്ക് 2015 എക്കോസ്പോർട്ട് ടൈറ്റാനിയം നിങ്ങൾക്ക് കൊണ്ടുപോകാം. 4 എയർ ബാഗ് വരുന്ന വാഹനമാണ്, പുഷ്പട്ടനില്ല. ഓക്കെ, ഓട്ടോമാറ്റിക്. അതും ഓട്ടോമാറ്റിക് CNG ചെയ്ത വണ്ടി. മറ്റേതെങ്ങനെ ഡീറ്റെയിൽ? 2016 മോഡല്. അതിൽ CNG ഇല്ല, ഓട്ടോമാറ്റിക് തന്നെയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. അതെത്ര ചോദിക്കുന്നത്? അത് നമുക്ക് ലാസ്റ്റ് ഒരു 5.20 കൊടുക്കാം. ഓക്കെ, 2 ഉണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ. മാക്സിമം ലോണും കാര്യമില്ല, രണ്ടിനും മാക്സിമം ലോൺ. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് നല്ലൊരു ആൾട്ടോ K10 KL 64 ചാലക്കുടി രജിസ്ട്രേഷൻ അല്ലേ? ഓക്കെ, ഓട്ടോമാറ്റിക് ആണോ ഇത്? അല്ല, മാനുവലാണ്. ആകെ 57,000 കിലോമീറ്റർ ഓടിയ 2013 വണ്ടി VXi. 57,000 അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. മാനുവൽ, പെട്രോൾ മാനുവൽ വണ്ടി. 1000 cc ആണ് വരിക. മൈലേജ് ഒരു 13-16 റേഞ്ച്, 17 വരെയൊക്കെ കിട്ടും. നല്ല ക്ലീൻ ഹൈ ക്വാളിറ്റി വണ്ടി എന്ന് വെച്ചാൽ ഇഞ്ചർ റൂമൊക്കെ ഇറങ്ങിയാൽ അറിയാൻ പറ്റും. അത് പുറത്തുനിന്ന് തന്നെ കാണുമ്പോൾ തോന്നുന്നുണ്ട്, ഇന്ത്യൻ റഷ്യനൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാണ്ട് അത്രയും നീറ്റാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണോ? അതെ, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. 13 മോഡല് 52,000. സോറി, സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡാ? സോറി. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്.
എത്ര പറഞ്ഞ 57,000 കിലോമീറ്റർ. ഓക്കെ, എത്രയാണ് ചോദിക്കുന്നതിനിപ്പോൾ? നമുക്ക് ലാസ്റ്റ് 1,85,000 കൊടുക്കാം. 1,85,000 രൂപയ്ക്ക് 13 കേട്ടൻ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. നേരത്തെ നമ്മൾ എക്കോസ്പോർട്ട് നമ്മൾ ഫസ്റ്റ് കാണിച്ച വണ്ടി CNG എന്ന് പറഞ്ഞ 1 lakh കൂടിയുണ്ട്, മറ്റേതാണ് 80,000. അത് വീഡിയോയിൽ പറഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട് കിലോമീറ്റർ, അതുകൊണ്ട് ഒന്ന് തിരുത്തി പറഞ്ഞാണ് ഇതിൽ തന്നെ. ഓക്കെ, CNG ചെയ്ത വണ്ടി 1 lakh കോടി, മറ്റേത് 80,000. ഓക്കെ, അപ്പോൾ ലോണ് മാക്സിമം കയറും ലോണ് ഒരു 1.5 റേഞ്ച് കിട്ടും അല്ലേ? അപ്പോൾ ഒരു ചെറിയ നല്ല അടിപൊളി വണ്ടി കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഗ്രോസ് കാസ്റ്റിലെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടുക. പലരും എന്നെ വിളിക്കാറുണ്ട് വീഡിയോ കണ്ടിട്ട്. കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് തോന്നുന്നു. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പെട്ടെന്ന് തന്നെ ചാനലിൽ പോയിട്ട് നമ്പർ എടുത്ത് വിളിക്കും. വീഡിയോൻ്റെ അകത്താണ് കംപ്ലീറ്റ് നമ്പർ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ മറന്നുകൊണ്ടാണ് ഇവിടുത്തെ നമ്പർ വീഡിയോൻ്റെ അകത്തും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.